Hi students, welcome to X and Y Learning. നമ്മൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്തെങ്കിലും ഒരു ഫൺ വീഡിയോ അല്ല, പക്ഷേ പ്യുവർ ഭയങ്കര അക്കാഡമിക്കലി നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന വീഡിയോ ആണ്. എങ്ങനെ ഇത് ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന വീഡിയോ? ഇതൊരു ബ്രിഡ്ജ് കോഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു 2-3 വീഡിയോ ഈ വീഡിയോൻ്റെ റെസ്പോൺസിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, എന്നാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ബ്രിഡ്ജ് ആര് തമ്മിലുള്ള ബ്രിഡ്ജാണിത്? ഫിസിക്സും മാത്സും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്. ഫിസിക്സ് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡൻ്റ്ലി പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ ഫിസിക്സ് 8ാം ക്ലാസ്സിൽ നിങ്ങൾ കുറേ തിയറീസ് ചിലപ്പോൾ കാണാതെ പഠിക്കും. അതുപോലെ ചില ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ കുട്ടികളെ കാണാൻ പഠിക്കുന്നതാണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം എന്നെല്ലാം ഇങ്ങനെ കാണാൻ പഠിക്കും. അതുപോലെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് സ്പീഡ്, ഇങ്ങനെ കാണാതെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാതെ പഠിക്കുമ്പോഴാണ് ഈ സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുക. ഫിസിക്സ് ഒക്കെ ചിലവർ ബോറിംഗ് ആണെന്ന് പറയും, ഇതിങ്ങനെ കുറേ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക, അങ്ങനെയല്ല. നമ്മളിത് കുറച്ച് മാത്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പഠിച്ചാൽ കുറച്ചും കൂടി എൻജോയബിൾ ആയിട്ട് നമുക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് മാത്സ് മാത്രമല്ല, ഇത് പല കോഴ്സുകൾക്കും പല സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഈവൻ മാത്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെൻറ്റൻസ് കൊടുത്തിട്ട് മാത്സ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കും, കുറച്ച് ഗ്രാഫൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും, കുറച്ച് തിയറീസ് ഒക്കെ പഠിക്കും. ഓക്കെ, പക്ഷേ ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്സിലെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കിത് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെ ഫിസിക്സിൽ നിങ്ങളൊരു 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി രസകരമായിട്ട് ഇത് പഠിക്കാൻ. ഫിസിക്സിൽ നമ്മൾ ഒരുപാട് നല്ല അടിപൊളി ചാപ്റ്റേഴ്സ് വരാണ്ട്. ഗ്രാവിറ്റേഷൻ, നമ്മൾ എർത്തും സൂര്യനൊക്കെ എങ്ങനെ കറങ്ങുന്നത്, അതിൻ്റെ സ്പീഡ്. ഓക്കെ, പിന്നെ അതുപോലെ ഇവർ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. ഓക്കെ, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, പവർ, മോഷൻ, ഓക്കെ, ബോയിന്റ് ഫോഴ്സ്, ബോയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ചാപ്റ്റേഴ്സ് പഠിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻജോയ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാത്സ് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊരു 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫിസിക്സിലെ മാത്സും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മാത്സ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്രാഫ്സ് ആണ്. ഓക്കെ, ഗ്രാഫ്സ് ചില ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര ഈസിയാണ്, ചില ആൾക്കാർ പറയും എനിക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് 2 ആൾക്കാർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് തുടങ്ങാം. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് വൈ ആക്സിസിലാണ്. ഓക്കെ, അതൊന്നും മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഡിസ്റ്റൻസ് ടൈം, പൊതുവെ ടൈം ഗ്രാഫിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസിലായിരിക്കും. കാരണം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 4 സെക്കൻഡിൻ്റെ മോഷനാണ് നമ്മളിവിടെ പറയുന്നത്. സോ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തും. ആദ്യത്തെ സെക്കൻഡ് ഇയാളെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പുള്ളി കുത്തിട്ട് കൊടുക്കും, ഒരു പോയിന്റ്. ഓക്കെ, 2 സെക്കൻഡ് ഇയാളെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 മീറ്റർ ഇങ്ങനെ വരക്കും, 4 മീറ്റർ ഇങ്ങനെ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കും. അതുപോലെ 3ാമത്തെ സെക്കൻഡിൽ ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ 6 മീറ്റർ ആണെന്ന് പറഞ്ഞാൽ യെസ്, നമ്മൾ ഇവിടെ ആയിരിക്കും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ കണക്ട് ചെയ്ത് വരച്ചാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ഓരോ സെക്കൻഡിലും എന്താണ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ഈക്വൽ ആണ്. നമ്മൾ ഇയാളെ സമവേഗത എന്നൊക്കെ പറയും അല്ലേ? യൂണിഫോം സ്പീഡ്, ഒരേ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ സമവേഗതയിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ശരിക്കും എന്താണ് ഈ സ്ലോപ്പ്? ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? മാത്സിൽ പഠിച്ചോലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ചരിവ് എന്താണ്? വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി. വൈ ആക്സിസിൽ ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്താ? വൈ ഡിവൈഡഡ് ബൈ എക്സ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ. വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ഏതാ? ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നമുക്ക് കിട്ടി സ്ലോപ്പ് മാത്തമാറ്റിക്കലി വൈ ബൈ എക്സ് ആണ് ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ക്വാണ്ടിറ്റീസ് ഇട്ട് കൊടുത്തപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആയി. ഫിസിക്സിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്താ?
സ്പീഡ്. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അത് സ്പീഡായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്പീഡ് ടൈം ഗ്രാഫ് കാണിച്ചിട്ടാ നോക്കാം. സ്പീഡ് ടൈം ഗ്രാഫ് ഞാൻ പറഞ്ഞു, ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം എക്സ് ആക്സിൽ ആണ് മോസ്റ്റ്ലി അടയാളപ്പെടുത്തുക. സ്പീഡ് ഞാൻ ഇവിടെ കൊടുത്ത് എസ് എന്നാണ് ഞാൻ സ്പീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഇങ്ങനെ ഒരു ഗ്രാഫാ. അപ്പോൾ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ ടൈം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്, സ്പീഡ് മാറുന്നില്ല. 1 സെക്കൻഡിൽ 2 സെക്കൻഡിൽ 3 സെക്കൻഡിൽ 4 സെക്കൻഡിലെല്ലാം ഒരേ സ്പീഡാണ്, വിച്ച് മീൻസ് കോൺസ്റ്റന്റ് സ്പീഡാണ്. ഇയാള് സ്പീഡ് ടൈം ഗ്രാഫാണ് ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. സെയിം മോഷനെ സ്പീഡ് ടൈം ഗ്രാഫാക്കി നമ്മൾ വരച്ചതാണിത്. ഓക്കെ, അപ്പോൾ അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടുത്തെ എങ്ങനെയാണ് നിങ്ങൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. അത് ചിലർ കാണാതെല്ല പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം. ഫൈൻ. ഇവിടെ സ്പീഡ് ഇൻറ്റു ടൈം എന്താടാ? സ്പീഡ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ആണ്, ടൈം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ആണ്. സോ വൈ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പൊ വൈ ഇൻറ്റു എക്സ് എന്താ ഇവിടെ? ആക്ച്വലി ഇത് ഏരിയയാണ് അല്ലേ? ഏരിയയാണ്. ഓക്കെ, അപ്പൊ നോക്കാം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലെ ഏരിയ ഏത് ക്വാണ്ടിറ്റി ആണ് വരിക എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വൈ ആക്സിസിലെ ക്വാണ്ടിറ്റിയും എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി നമ്മൾ കുടിച്ചു നോക്കിയാൽ മതി. സോ സ്പീഡ് ഇൻറ്റു ടൈം, അതാണ് ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സ്പീഡ് ഇൻറ്റു ടൈം എന്താ? ഡിസ്റ്റൻസ്. ഓക്കെ, സ്ലോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ചെയ്യണം. സോ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ്. ഇവിടെ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കേ, ഇവിടെ സ്പീഡ് ഡിവൈഡഡ് ബൈ ടൈം എന്താ? സ്പീഡ് ഡിവൈഡഡ് ബൈ ടൈം. ചിലവർക്ക് അറിയുന്ന ആക്സിലറേഷൻ NMMS ഒക്കെ പ്രിപ്പയർ ചെയ്തോലേക്ക്, അല്ലാത്തവർ മനസ്സിലാക്കുക സ്പീഡ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ഓക്കെ, ആക്സിലറേഷൻ ആണ്. സോ സ്ലോപ്പ് ചെയ്താൽ അല്ലെങ്കിൽ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാഫിന്റെ സ്ലോപ്പാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ സ്ലോപ്പ് എത്രയാണ്? അവിടെ ചരിവ് എത്രയാ? ഇവിടെ ചരിവ് 0 ആണ്, വിച്ച് മീൻസ് ഡിസ്റ്റൻസ് സ്പീഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു 0, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റി കിട്ടുമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആ 2 ക്വാണ്ടിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏത് ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത് അതായിരിക്കും. ഇനിയോ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ ഏത് ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ചെയ്യുക. ആ ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് കിട്ടുക ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ്. ഇവിടുത്തെ ഏരിയ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ്. ഓക്കെ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇത് 9ാം ക്ലാസ്സിൽ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻ ആക്സിലറേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ മാസ് മാറാത്തൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ആയിരിക്കും, ഏരിയ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു എക്സ് ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഗ്രാഫിലൂടെ കുറച്ചും കൂടി മുന്നോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് ചിലർക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക, എന്നിട്ട് കീപ്പ് വാച്ചിങ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി തോന്നും. വേറെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം പല കാര്യങ്ങളും പല ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ കുറച്ചും കൂടി രസകരമായിട്ട് തോന്നും. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ ഇനി നമ്മൾ ഗ്രാഫിന്റെ ഷേപ്പാളാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാഫിന്റെ ഷേപ്പാള് ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ മാത്സിലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഏത് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ y = mx + c എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മളത് ഫിസിക്സിലോട്ട് വരുമ്പോൾ ഒരു ഇക്വേഷൻ y = mx + c എന്നുള്ള ഫോമിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മനസ്സിലാവത്തില്ല. ഇവിടെ നോക്കാം, ഞാനിവിടെ x = vt എന്നാണ് ഒരു ഇക്വേഷൻ എടുത്തു. x ഡിസ്റ്റൻസ് ആണ്, v വെലോസിറ്റി ആണ്, t ടൈം ആണ്. ഓക്കെ, x =
വി ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഇത് y is equal to mx plus c എന്നുള്ള ഫോമിലോട്ട് മാറ്റുകയാണെ. ഇവിടെ y ഏതാണ്, x ആണ്, m ഏതാണ്, v ആണ്, x ഏതാണ്, t ആണ്. ഓക്കെ, സോ yന്റെ ഭാഗത്ത് x ആണ്, വിന്റെ ഭാഗത്ത് m ആണ്, എക്സിന്റെ ഭാഗത്ത് t ആണ്. പ്ലസ് സി ഉണ്ട്, സിന്റെ ഭാഗത്ത് ഏതാണ്, 0. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ ഞാൻ y is equal to mx plus c എന്നുള്ള ഫോമാറ്റിൽ എഴുതി. ഓക്കെ, ഇനി ഞാനിത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഞാനിത് റെപ്രസെന്റ് ചെയ്താൽ എനിക്ക് ഏത് ടൈപ്പ് ഗ്രാഫ് കിട്ടുമെന്ന് എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റും. അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ചില ഇക്വേഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ ഗ്രാഫ് കാണാതെ പഠിച്ചു വെക്കണം എന്നൊക്കെ ചിലവർ പറയും. പക്ഷെ നമുക്കത് ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഇവിടെ ടി, എക്സ് ഏതാടാ, ടി, വൈ ഏതാ, എക്സ്, അതായത് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ്. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിരിക്കും പറ്റുക. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ലോപ്പ് ഏതാ, സ്ലോപ്പ് നിങ്ങൾക്ക് y is equal to mx plus c യിലെ m ആണ് സ്ലോപ്പ് അല്ലെ, m ആണ് സ്ലോപ്പ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കി, ഈ ഇക്വേഷനിൽ m ആരാ, v ആണ് സ്ലോപ്പ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എക്സ് ടി ഗ്രാഫിന് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ് അല്ലെങ്കിൽ സ്പീഡ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന അല്ലേ, അല്ലേ? അപ്പൊ നിങ്ങളിത് റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ ഫിസിക്സിലെ പല ഇക്വേഷൻസും ഈ ഒരു ഫോമാറ്റിൽ കിട്ടിയാൽ യു ക്യാൻ സിംപ്ലി സേ ദാറ്റ് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഫോമാറ്റ് മാറിയാലോ, വേറൊരു ഫോമാറ്റ് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ y is equal to ax plus x square plus bx plus c. ഇതിനെ പറ്റി നിങ്ങൾ കൂടുതൽ എവിടെ പഠിക്കുക, 10ാം ക്ലാസ്സിലാണ് പഠിക്കുക. പക്ഷേ ഇങ്ങനത്തെ പല ഇക്വേഷൻസും നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കും. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഹാഫ് എം വി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ വേറൊരു ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. അല്ലെങ്കിൽ ഞാൻ കൈനറ്റിക് എനർജിന്റെ ഒരു ഇക്വേഷൻ എഴുതി, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ എല്ലാവർക്കും അറിയേണ്ട ഒരു ഇക്വേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇതിൽ എം മാസ് ആണ്, വി വെലോസിറ്റി ആണ്. കൈനറ്റിക് എനർജി നമ്മൾ മോഷനിലായിരിക്കുമ്പോൾ കിട്ടുന്ന എനർജിക്ക് പറയുന്ന പേരാണ്. ഓക്കെ, അപ്പൊ ഞാനിത് ഈ ഫോമാറ്റിൽ എഴുതാൻ പോണേ. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇതിനെ മറന്നേക്ക്, ഈ ഫോമാറ്റിൽ എഴുതാൻ പോണേ. ഇതിൽ y ഏതാ, കൈനറ്റിക് എനർജി. ഹാഫ് ഏതാ, ഹാഫ് നമുക്കറിയില്ല, ഹാഫ് എം മാസ് കോൺസ്റ്റന്റ് ആണ്. സോ ഹാഫ് എം ഈസ് ഏതാണ്, എ. ഓക്കെ, സോ ഹാഫ് എം ഇവിടെ എ ആയിരിക്കും. ഓക്കെ, സോ ഇത് എ, ഇത് y. ഇനിയോ ഇത് നമ്മളെ എക്സ് സ്ക്വയർ, ആര്, നമ്മളെ വി സ്ക്വയർ ആയിരിക്കും എക്സ് സ്ക്വയർ. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും y is equal to ax സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോമാറ്റിലാണത്. അപ്പോൾ ഇവിടുത്തെ എക്സ് ക്വാണ്ടിറ്റി വി നമ്മൾ എക്സ് ആക്സിസിലും നമ്മൾ y കൈനറ്റിക് എനർജി y ആക്സിസിലും വരച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഷേപ്പ് ഏതായിരിക്കും, ഒരു പരാബോളിക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് യു, ബെൻഡ് ചെയ്തൊരു യു. ഓക്കെ, സോ y ആക്സിസിൽ ഇവിടെ ഏത് നമ്മൾ വരക്കണം, ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജി വരച്ചാൽ, അതുപോലെ നമ്മൾ വെലോസിറ്റി എക്സ് ആക്സിലും വരച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഷേപ്പ് ഇതായിരിക്കും. അത് നമുക്ക് ഇപ്പോഴേ പറയാം. ഇതിന്റെ വാല്യൂസ് ചെറിയ വ്യത്യാസം ഉണ്ടാവും, നമ്മളെ ഇവിടുത്തെ കൊടുക്കുന്ന ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസിനനുസരിച്ചിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഷേപ്പ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷനെ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഗ്രാഫിന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ പറയാം, ഇതിലെ ഈ എക്സ് ആക്സിലുള്ള ക്വാണ്ടിറ്റിന്റെ സ്ക്വയർ ആയിരിക്കും, സ്ക്വയർ ഈസ് ഈക്വൽ ടു സംതിങ് ഇൻ ദ വൈ ആക്സിസ്. അങ്ങനെ നമ്മളിത് പറയാം. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ എക്സ് ആക്സിസിലെ സാധനം ഈസ് ഈക്വൽ ടു വൈ ആക്സിസിലുള്ള സം സാധനം പ്ലസ് ഒരു കോൺസ്റ്റന്റ് y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇത് ഫിസിക്സിലെ പല കാര്യങ്ങളും നമുക്ക് മാത്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ മാത്ത് നമുക്ക് വേണം. ഓക്കെ, നിർബന്ധമാണ്, മാത്ത് ഇല്ലാതെ നമുക്ക് ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. ഓക്കെ, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങൾ മെല്ലെ പല ക്വാണ്ടിറ്റീസും വെച്ചിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോൻ്റെ ഒരു റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ ബാക്കി പല കാര്യങ്ങളും ചെയ്യും. ഓക്കെ, നമ്മൾ യൂണിറ്റ് കൺവേർഷൻസ് ചെയ്ത് നോക്കാം. ഓക്കെ,
അതുപോലെ നമുക്ക് വേറെ എക്സ്പോണൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അതൊക്കെ നമുക്ക് ഫിസിക്സിൽ വളരെയധികം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഫിസിക്സും മാത്സും റിലേറ്റ് ചെയ്തിൽ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഓക്കെ, അതുപോലെ ഏതെങ്കിലും ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.